നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ ഇങ്ങ് എത്തിയിരിക്കുകയാണ്. അതായത് അതിന്റെ ഡേറ്റും സിലബസും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ PSC പ്രസിദ്ധീകരിച്ചു. അപ്പൊ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പഠനം നമ്മൾ ക്രമീകരിക്കേണ്ടത്, എത്രത്തോളം ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതായിട്ടുണ്ട്, വരുന്ന എക്സാമിന്, അതായത് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഒരു സമീപനം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അതായത് സിലബസിനെ മൊത്തത്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ പഠനം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചുരുക്കമാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ടോപ്പിക്കുകൾ നമുക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്, ഏതൊക്കെ ടോപ്പിക്കുകളിലൂടെ കടന്നുപോയാലാണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ഇത് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, കുറേ ആളുകൾ ബിഗിനേഴ്സ് ആയിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് PSC പഠനത്തിലേക്ക് കടക്കുന്ന, ഡിഗ്രി ലെവൽ ലാസ്റ്റ് ഇയർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. അതുപോലെ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞ് PSC മേഖലയിലേക്ക് ഇറങ്ങിയ കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു തുടങ്ങാം, സെക്രട്ടേറിയറ്റ് വന്നതുകൊണ്ടൊന്ന് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ കുറെ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ റിപ്പീറ്റേഴ്സും ഉണ്ടാവും, കുറെ നാളുകളായിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പ്രിലിമിനറി എന്ന് പറയുന്ന കടമ്പ, അതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. ആദ്യം നമ്മൾ അറിയേണ്ടത് പ്രിലിമിനറി ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. പ്രിലിമിനറി എക്സാമിന് 100 മാർക്കും വാങ്ങിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ള ഒരു സത്യമാണ് നമ്മളോട് അറിയേണ്ടത്. അതായത് പ്രിലിംസ് എക്സാമിനേഷൻ അത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, കട്ട് ഓഫ് കടന്നാൽ മതി. അപ്പൊ ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് എക്സാം നടക്കുന്നതെങ്കിൽ, അപ്പൊ ഒരു 3 സ്റ്റേജ് എക്സാമിന്റെയും ഒരു നോർമലൈസ്ഡ് മാർക്ക് ആയിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരിക. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഒരു കട്ട് ഓഫ് വരും, സബ് ഇൻസ്പെക്ടറിന് ഒരു കട്ട് ഓഫ് വരും, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിന്, പ്രധാനമായിട്ടും ഈ 3 പരീക്ഷകളാണ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിന് ഒരു കട്ട് ഓഫ് വരും. അപ്പൊ ഈ പറയുന്ന 3 പരീക്ഷകൾക്കും കൂടി സെപ്പറേറ്റ് ആയിട്ട് കട്ട് ഓഫ് വരും. ആ 3 ഘട്ടങ്ങളെയും കൂടി ചേർത്തിട്ട്, അല്ലെ 3 ഘട്ടങ്ങളിലെയും ഒരു നോർമലൈസ്ഡ് മാർക്ക് ആയിരിക്കും വരിക. അപ്പൊ ആ കട്ട് ഓഫ്, ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ 60 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, 60 മാർക്ക് കട്ട് ഓഫ് വരുമെന്നൊന്നും അല്ല, വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. 60 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ ഈ 60ന് മുകളിൽ, 60ന് മുകളിലോ മാർക്കുള്ള എല്ലാവരും ആ ലിസ്റ്റിൽ ഉൾപ്പെടും എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ വാരി വലിച്ച് ഇഷ്ടം പോലെ പഠിച്ച് എന്ത് ചെയ്യാനായിട്ട് കഴിയില്ല. അതായത് സിലബസിന്റെ 100% പൂർത്തിയാക്കിയേ നമ്മൾ പ്രിലിമിനറി എക്സാമിന് പോകുകയുള്ളൂ എന്നൊരു നിശ്ചയദാർഢ്യം എടുത്താൽ ഒരു പക്ഷേ പണി മാറും. അപ്പൊ അതുകൊണ്ട് കുറച്ച് സെലക്റ്റീവ് സ്റ്റഡിയിലേക്ക്, കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ടുള്ള ഒരു വർക്കിലേക്ക് ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് പോകണം. എൻറ്റയർലി ഡിഗ്രി മെയിൻസ് എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഡിഫറെന്റ് ആണ്. നമ്മൾ പ്രിലിംസിന് പഠിച്ചതുപോലെ അല്ല മെയിൻസിന് പഠിക്കേണ്ടത്. അത് നമുക്ക് പിന്നീട് നോക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട് മക്കളെ, അതായത് പ്രിലിംസിന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മെയിൻസിനും കൂടി കമ്പൈൻഡ് ആയിട്ട് കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. ഓക്കെ, പ്രിലിംസിന് ഒരു സ്റ്റഡി, മെയിൻസിന് വേറൊരു സ്റ്റഡി എന്നും പോകേണ്ട കാര്യമില്ല. അതായത് പ്രിലിംസിനും മെയിൻസിനും കൂടി കമ്പൈൻഡ് ആയിട്ടൊരു സ്റ്റഡി എടുക്കാം. കാരണം കുറെ ടോപ്പിക്കുകൾ, പ്രിലിംസിന് വരുന്ന കുറെ ടോപ്പിക്കുകൾ എവിടെ വരുന്നുണ്ട്, മെയിൻസിന് വരുന്നുണ്ട്. അപ്പൊ ഒരു കമ്പൈൻഡ് സ്ട്രാറ്റജിയിലൂടെ പോയാൽ മതി. നമ്മൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ മെയിൻസിന്റെ കുറെ ടോപ്പിക്കുകൾ കൂടി കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കുക, ഞാനിവിടെ പറയുന്നത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ പഠനം എങ്ങനെ പോകണം എന്നുള്ള കാര്യമാണ്. പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻസിനും കൂടി ചേർത്തിട്ടാണ് പഠിക്കുന്നത്, ആ ടോപ്പിക്കുകളെ കമ്പൈൻഡ് ആയിട്ടാണ് പഠിക്കുന്നത് കൂടി മനസ്സിൽ വെച്ചേക്കുക. നോക്കിയാ, ഈ പ്രിലിമിനറി എക്സാമിന്റെ മാർക്ക് 100 മാർക്കാണ്. അതായത് 100 മാർക്കിനാണ് എക്സാമിന് ചോദ്യം വരിക. അതിൽ നമുക്കറിയാം PSC കുറെ ഡിലീഷൻസ് ഒക്കെ നടത്തും. ചിലപ്പോൾ 80 മാർക്കിലും 70 മാർക്കിലും 70 മാർക്ക് വരെ പോകത്തില്ല, എന്നാലും ഒരു 90 മാർക്കിലും ഒക്കെ ആയിരിക്കും അവസാനം, ചിലപ്പോൾ 95 മാർക്കിലും ഒക്കെ ആയിരിക്കും അവസാനം ഡിലീഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ എണ്ണം വരിക. എനിവേ, നമുക്ക് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്തിൽ വരിക, ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ വരിക. അതിന് ടോപ്പിക്കുകളൊന്ന് നോക്കി, അതായത് ഇത്രയുമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓരോ ടോപ്പിക്, ഓരോ സിലബസിലെ സബ്ജക്റ്റുകൾക്കുമുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ഇത് 2025 ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന്റെ സിലബസ് ആണ്. നോക്കിയടാ, ജനറൽ നോളജ് ഭാഗത്തിൽ നിന്ന് ഇവിടം വരെയുള്ള ടോപ്പിക്കുകളാണ് വരിക. 50 മാർക്കിന്റെ ടോപ്പിക്കുകളാണ് എവിടുന്ന് വരിക, ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരിക. ദെൻ അതിനുശേഷമുള്ള 3 ഭാഗങ്ങളിൽ നിന്ന് 50 മാർക്ക്, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ 3 ഭാഗത്ത് നിന്ന് 50 മാർക്ക്. അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരിക മക്കളെ. അപ്പൊ പ്രിലിംസിന്റെ കീ സബ്ജക്ട്സ്, അല്ലെ പ്രിലിംസിന്റെ കീ റീജിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉറപ്പായിട്ടും അത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ 3 സബ്ജക്ട്സ് ആണ്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇത് തന്നെയാണ് കാരണം.
20-20-10, അതായത് ടോട്ടൽ 50 മാർക്കിന്റെ റീജിയൻ എവിടെയാണ്? 50 മാർക്കിന്റെ റീജിയൻ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന 3 റീജിയൻ ആണ്. അപ്പൊ അവിടെ ശ്രദ്ധ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും? നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. 10th പ്രിലിംസിന് ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും കഴിയും. കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതായത് ഞാൻ പറഞ്ഞത് പ്രിലിമിനറിക്ക് കിട്ടുന്ന മാർക്ക് എവിടെ കൂട്ടത്തില്ല? മെയിൻസിന് കൂട്ടത്തില്ല. ഇത് ഓർത്തോണം. മെയിൻസിന്റെ മാർക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കാൻ എടുക്കുകയുള്ളൂ. മെയിൻസിന്റെ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഇന്റർവ്യൂവിന്റെ മാർക്കും ഒക്കെയാണ് മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുക. ഒരിക്കലും പ്രിലിമിനറിയുടെ മാർക്ക് എന്തിനു ഉപയോഗിക്കില്ല? റാങ്ക് ലിസ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കില്ല. ആ ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ പ്രിലിംസ് വെറുതെ ഒരു ക്വാളിഫയിങ് പേപ്പർ ആണ്. ജസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ മാത്രം മതി കുറെ ആളുകളെ എലിമിനേറ്റ് ചെയ്യാൻ, കുറച്ചുകൂടി നല്ല കുറച്ച് ബ്യൂറോക്രാറ്റ്സിനെ എത്തിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ 50 മാർക്ക് എവിടെ കിടപ്പുണ്ട്? 50 മാർക്ക് എന്ന് പറഞ്ഞൊരു ഹ്യൂജ് പ്രപ്പോർഷൻ, അതായത് ആകെയുള്ള ടോപ്പിക്സിന്റെ പകുതി മാർക്ക് കിടക്കുന്ന റീജിയൻ ഈ 3 സബ്ജക്ട്സിലാണ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഈ 3 സബ്ജക്ട്സിലാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാ ദിവസവും വെയിറ്റേജ് കൊടുക്കേണ്ട, എല്ലാ ദിവസവും നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടാവേണ്ടുന്ന റീജിയനുകൾ ഉറപ്പായിട്ടും ഏതായിരിക്കും മക്കളെ? ഈ 3 റീജിയനുകൾ തന്നെയാണ്. യാതൊരുവിധ സംശയവും അക്കാര്യത്തിൽ വേണ്ട. അപ്പം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ 3 റീജിയൻസിലായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വരേണ്ടത്. അപ്പൊ ഓർത്ത് നോക്കി, ഞാനൊരു 6 മണിക്കൂർ പഠിക്കാൻ സമയമുള്ള ഒരാളാണെങ്കിൽ, 6 മണിക്കൂർ പഠിക്കാനായിട്ട് സമയമുള്ള ഒരാളാണെങ്കിൽ, 6 മണിക്കൂർ ഞാൻ ഒരു ആവറേജ് പറഞ്ഞാൽ ചിലർ 12 മണിക്കൂർ പഠിക്കും, ചിലർ 15 മണിക്കൂർ പഠിക്കും, ചിലർ എന്താണ് വളരെ കുറച്ച് സമയം 6 മണിക്കൂർ, ചിലർ 3 മണിക്കൂർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് പഠിക്കുന്ന കുറെ ആളുകളുണ്ട്, വീട്ടമ്മമാരുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സമയത്തെ വളരെ ഫ്യൂട്ട്ഫുൾ ആയിട്ട്, ഇപ്പൊ ഇനി 10 മണിക്കൂർ പഠിച്ചാലും 5 മണിക്കൂർ പഠിച്ചാലും 2 മണിക്കൂർ പഠിച്ചാലും എനിക്ക് ഇത്ര പറയാനുള്ളൂ, പഠിക്കുന്ന സമയം അത്രയും പക്കയായിട്ട് പഠിക്കുക, പഠിക്കുന്ന സമയത്ത് അത്രയും കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കുക, ആ സമയത്ത് വളരെ ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് കഴിയുമെന്നുള്ളതിന് സംശയം വേണ്ട. അപ്പൊ 6 മണിക്കൂറാണ് പഠിക്കുന്നത് എങ്കിൽ അതിൽ കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? എന്തിനു വേണ്ടി മാറ്റിവെക്കുക? ഈ പറയുന്ന ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ ഇവിടെ ഒരു സ്ട്രാറ്റജി ഞാൻ ഓരോ സബ്ജക്ട്സിലേക്കും വരാം. അപ്പൊ ആ സ്ട്രാറ്റജി ഞാൻ അവിടെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് എല്ലാ ദിവസവും ഒരു പ്രപ്പോർഷൻ വേണം. ഇംഗ്ലീഷിനും വേണം, മാത്സിനും വേണം, മലയാളത്തിനും വേണം. അപ്പൊ അവിടെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത്, അതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമുക്ക് അകത്തോട്ട് വരുമ്പോൾ നോക്കാം. ദെൻ ബാക്കിയുള്ള 4 മണിക്കൂർ നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റിവെക്കുക? നിങ്ങളുടെ GK പഠനത്തിന് വേണ്ടിയിട്ടും മറ്റേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് നിർബന്ധമില്ല. ടോപ്പിക്സ് അറിയാമെങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയുള്ളൂ. കുറച്ച് പഠിച്ചു പോയതിനു ശേഷം ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്താലും കുഴപ്പമില്ല. ടോപ്പിക്സിൽ ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ആക്കിയതിന് ശേഷം എന്തിലേക്ക് പോയാൽ ബെറ്റർ ആയിരിക്കും? ക്വസ്റ്റ്യൻസിലേക്ക് പോയാൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും PYQ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ. അതായത് ഒരു 100 മാർക്കിന്റെ ചോദ്യം ഉണ്ട് എങ്കിൽ ആ 100 മാർക്കിന്റെ ക്വസ്റ്റ്യനെ, ഇപ്പൊ ടോട്ടൽ 100 മാർക്ക് ആണ് എങ്കിൽ ആ 100 മാർക്ക് എക്സാം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ, ചെയ്യുന്നതിന് മുമ്പ് അല്ലെ എക്സാം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും. ചില സബ്ജക്ട്സ്, ഇപ്പം ഫിസിക്സ് നമുക്ക് എളുപ്പമാണ് എന്നൊരു ധാരണ ഉണ്ടാവും. ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പ്രിലിമിനറിക്ക് ഇല്ല, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അല്ലെ പ്രിലിമിനറിക്ക് ഉള്ള എക്സാം ജിയോഗ്രഫി അറിയാവുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, പക്ഷെ എക്സാം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ ജോഗ്രഫിയിൽ അറിയേണ്ടതായിട്ടുണ്ട് എന്ന ധാരണ എത്തുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ എല്ലാ ധാരണകളും തെറ്റായിരുന്നു, എനിക്കൊന്നും അറിയില്ല എന്നുള്ള ധാരണ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അവിടെ നിന്ന് നിങ്ങൾ ബേസിൽ നിന്ന് തുടങ്ങി നിങ്ങളുടെ പഠനത്തെ നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഒരു എക്സാം ആദ്യമേ ചെയ്തു നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അതിന് കിട്ടുന്ന മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ പഠനത്തിന്റെ നിലവാരം എന്താണ്, ഇനി എന്തു മാറ്റമാണ് നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നോക്കിയേ, ഹിസ്റ്ററിക്ക് 10 മാർക്കാണുള്ളത്. അതായത് 3 ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് സബ്ജക്ട് ഓരോന്നും നോക്കാം, പ്രപ്പോർഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഹിസ്റ്ററിക്ക് 10 മാർക്കാണ് അവിടെ ചോദ്യമായിട്ട് വരിക. ജോഗ്രഫി ആണെങ്കിൽ 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. പിന്നീട് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്കാണ്. ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്കിന്റെ റീജിയൻ ആണ്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി 5, മാത്സ് 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, ദെൻ 10 മാർക്ക് മലയാളം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണ്. ഇവിടെ നിങ്ങൾ എന്തിനെ കണ്ടില്ല?
കറണ്ട് അഫെയറിനെ കണ്ടില്ല. ഇവിടെ നിങ്ങൾ എന്തിനെ കണ്ടില്ലടാ? കറണ്ട് അഫെയറിനെ കണ്ടില്ല. അപ്പൊ കറണ്ട് അഫെയർ ഇല്ലേ, ഉണ്ടോ ഇല്ലയോ നമുക്ക് അകത്തോട്ട് വരുമ്പോൾ നോക്കാം കേട്ടോ. ഒരു സസ്പെൻസ് ആയിട്ട് അവിടെ കിടക്കട്ടെ. നോക്കിക്കടാ, ഇതാണ് ഹിസ്റ്ററിയുടെ സിലബസ്. ഓക്കെ, ഹിസ്റ്ററി എന്ന് പറയുന്നതിന്റെ സിലബസ് ഇതാണ്. ഈ മോളിൽ കിടക്കുന്നതാണ് മാർക്ക്. 10 മാർക്കാണ് എവിടെ നിന്ന് വരിക? ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിക്കാൻ പോകുന്നത് എത്ര മാർക്കാ? 10 മാർക്കാണ്. ഈ 10 മാർക്കിന്റെ ഹിസ്റ്ററി വരുന്നത് 3 റീജിയൻ. ഒന്ന് കേരള ഹിസ്റ്ററി, 2 ഇന്ത്യൻ ഹിസ്റ്ററി, 3 വേൾഡ് ഹിസ്റ്ററി. അപ്പൊ നമുക്ക് 3 തരത്തിൽ ഹിസ്റ്ററി പഠിക്കണം. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. സാധാരണഗതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വന്ന റീജിയനുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്തേക്ക്, ഒന്ന് കണ്ടു നോക്കിയേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ അവിടെ നിന്നുകൂടെ കിട്ടും. നോക്കിയടാ, കേരള ഹിസ്റ്ററിക്കാണ് കൂടുതൽ പ്രപ്പോർഷൻ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത്. അതായത് 4 മാർക്കോളം എവിടെ നിന്ന് വരാറുണ്ട്? കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരാറുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ 3 മാർക്കും, വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ 3 മാർക്കും. ഇങ്ങനെയാണ് സാധാരണ വരിക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിയേക്കാം. ചിലപ്പോൾ 5 മാർക്ക് കേരള ഹിസ്റ്ററി എന്ന് ചോദിച്ചേക്കാം, ചിലപ്പം വേൾഡ് ഹിസ്റ്ററി എന്നായിരിക്കും 4 മാർക്ക് ചോദിക്കുക. അങ്ങനെ മാറിയേക്കാം. എങ്കിലും സാധാരണഗതിയിൽ 4 മാർക്ക് എവിടെ നിന്നാണ്? കേരള ഹിസ്റ്ററിയിൽ നിന്നാണ്. 3 മാർക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ്. 3 മാർക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നാണ്. ഇവിടുത്തെ സിലബസ് ഒന്ന് പരിശോധിച്ചാൽ ഈ കിടക്കുന്ന വേൾഡ് ഹിസ്റ്ററി ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് കണ്ടന്റ് ഉള്ള എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് കാര്യങ്ങളുടെ വ്യാപ്തി കുറവാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും വളരെ വേഗത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ഭാഗമാണ് വേൾഡ് ഹിസ്റ്ററി. അപ്പൊ വേൾഡ് ഹിസ്റ്ററിയിലെ മുഴുവൻ ടോപ്പിക്കുകളും പഠിച്ചാൽ നമുക്ക് അവിടെ ഒരു 3 മാർക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ 3 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു റീജിയൻ ആണ് വേൾഡ് ഹിസ്റ്ററി. അപ്പൊ വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേകത, അവിടെ ടോപ്പിക്സിന്റെ എണ്ണം കുറവാണ്. അപ്പൊ ആ ഒരു ബൾക്കിനെസ് അവിടെ കുറവാണ്, വേഗത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കേരള ഹിസ്റ്ററിയിലേക്ക് വന്നാലും അവിടെയും നമുക്ക് കുറച്ച് വെയിറ്റേജ് കൂടുതലാണ്. ഒരു 4 മാർക്കോളം നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ അവിടെയും കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട മേഖലയാണ്. അതിൽ തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെയുള്ള ഭാഗം അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതേപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ്, ദെൻ അതേപോലെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഇതൊക്കെ ഇഷ്ടംപോലെ തവണ റിപ്പീറ്റഡ് ആണ്. ടോപ്പിക്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ കേരള ഹിസ്റ്ററി പഠിക്കാനായിട്ട് ശ്രീധര മേനോന്റെ ഒരു ബുക്കുണ്ട്. ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ബുക്കുണ്ട്. അത് നമ്മൾ അതിലൂടെ ഒന്ന് പോയാൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതിന് സംശയം വേണ്ട. ദെൻ അടുത്ത് നോക്കിയാൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 3 മാർക്കാണ് നമുക്ക് വരാൻ സാധ്യത. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ട്. അതിൽ ആദ്യം ഇട്ടിരിക്കുന്ന ടോപ്പിക്കാണ് മെഡീവിയൽ ഇന്ത്യ തൊട്ട് ഈ കിടക്കുന്ന നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വരെയുള്ള ഒരു ഭാഗം. ഇവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കിടക്കുന്ന റീജിയൻ ആണ്. എന്നാൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കേണ്ടതല്ല. പിന്നെ എങ്ങനെയാ പഠിക്കേണ്ടേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചില മെഡീവിയൽ ഇന്ത്യൻ റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ ആണേ, സെറ്റ് ആണ്. എന്നാൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ INC-യുടെ ഫോർമേഷൻ, സ്വദേശാഭിമാനി മൂവ്മെന്റ്, ഇതൊക്കെ നിങ്ങൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്യണം, പഠിക്കണം. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട റീജിയൻ ആണ് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്, മഹാത്മാഗാന്ധി എന്ന് പറയുന്ന റീജിയൻ. അതേപോലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അതേപോലെ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും നിങ്ങൾ മൊത്തത്തിൽ നന്നായി പഠിച്ചിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കുറച്ച് സെലക്റ്റീവ് സ്റ്റഡി നടത്തിയാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ സമയത്തെ നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും, നല്ലൊരു സ്കോറിലേക്ക് എത്താനും കഴിയും. ഓക്കെയാണ്. ഈ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ബിപിൻ ചന്ദ്ര പോലെയുള്ള ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അതിനൊക്കെ സമയം കുറെ നഷ്ടപ്പെടുത്താൻ പോകുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളും അതേപോലെ തന്നെ നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് അവിടെ നിന്ന് കഴിയും. ഇനിയും ജോഗ്രഫിയിലേക്ക് എത്തിയാൽ, ജോഗ്രഫി എന്ന് പറയുന്നതിന് 5 മാർക്കിന്റെ പ്രൊപ്പോർഷൻ ആണ്. അതിനും എന്താണ്, 3 പ്രധാനപ്പെട്ട റീജിയൻ ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ജോഗ്രഫിയാണ്, 2 ഇന്ത്യൻ ജോഗ്രഫിയാണ്, 3 കേരള ജോഗ്രഫിയാണ്. ഇവിടെയും ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ വരാറുള്ള റീജിയൻ ആണ്. എന്നാൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലും കേരള ഹിസ്റ്ററിയിൽ നിന്നും കുറച്ച് സെലക്റ്റീവ് സ്റ്റഡി നടത്തിയാൽ മതി. അപ്പം വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് എല്ലാ ടോപ്പിക്സും നോക്കാം. അതായത് എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്ക്, ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. അപ്പൊ ഈ ഒരു റീജിയൻ ഫിസിക്കൽ ജോഗ്രഫി നന്നായി നിങ്ങൾ നോക്കണം. അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക്, ചിലപ്പോൾ 2 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ കുറച്ച് സെലക്റ്റീവ് സ്റ്റഡിയിലേക്ക് പോയാൽ മതി. ഈ സ്റ്റേറ്റ്സ്, ഇറ്റ്സ് ഫീച്ചേഴ്സ്,
ഇതൊരു വേണ്ടാത്ത ടോപ്പിക്, മീൻസ് ഒരുപാട് നമ്മൾ കടന്നു കയറി പഠിക്കേണ്ട കാര്യമില്ല, മറ്റ് ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്ന ഭാഗമാണ്. എന്നാൽ നോർത്തേൺ മൗണ്ടൻസ് നന്നായി പഠിക്കണം, റിവേഴ്സ് നന്നായി പഠിക്കണം, നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ നന്നായി പഠിക്കണം, പെനിൻസുലാർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലേറ്റു, ഇതൊക്കെ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുമാണ്. അപ്പൊ അവിടെ ഒരു സെലക്റ്റീവ് സ്റ്റഡിയിലേക്ക് പോകണം. അതേപോലെ PYQs നോക്കി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇനി കേരളത്തിലേക്ക് വന്നാൽ അവിടെയും ഈ ഡിസ്ട്രിക്ട്സ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഒരുപാട് സമയം കൊല്ലി സാധനമാണ്. പ്രിലിംസിന് വേണ്ടി അങ്ങനെ ഒരു സ്റ്റഡിയിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ റിവേഴ്സ് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ക്ലൈമറ്റിക് റീജിയൻസിനെ കുറിച്ചൊന്ന് നോക്കാം. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന PYQസിൽ നിന്ന് ഇവിടെയും പഠിക്കാം. ഇവിടുന്ന് 1 മാർക്കോ 2 മാർക്കോ എന്താണ് 1 മാർക്കാണ് സാധ്യത കേരള ഹിസ്റ്ററിയിൽ നിന്ന് കൂടുതൽ. ഓക്കെയാണ്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇതിൽ ഞാൻ പറയുന്നു NCERTക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. NCERT SCERT ചാപ്റ്ററുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. എവിടെ നിന്നാണ് SCERT NCERT ചാപ്റ്ററുകൾ കിട്ടുക? സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഫ്രീ മെറ്റീരിയൽസിൽ നിന്ന് സൗജന്യമായി തന്നെ എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിലേക്ക് വരാം. ആ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ, SCERT NCERT ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫ്രീ ക്ലാസ്സുകൾ വൈകിട്ട് 7 മണിക്ക് ലൈവ് ആയിട്ട് ഭഗീരഥി മിസ്സിന്റെ നേതൃത്വത്തിൽ ഫ്രീ ക്ലാസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും കിട്ടുകയാണ്. SCERT മാത്രമല്ല, അവിടെ കറണ്ട് അഫെയർ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ കറണ്ട് അഫെയറിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് എല്ലാ സബ്ജക്ട്സിന്റെയും താഴെ, ഹിസ്റ്ററി പറഞ്ഞപ്പോൾ താഴെ കിടക്കുന്നുണ്ടോ കറണ്ട് അഫെയർ റിലേറ്റഡ് ടു റെലവന്റ് ടോപ്പിക്സ്. അതേപോലെ ജോഗ്രഫി പഠിച്ചപ്പോഴും താഴെ കിടക്കുന്നത് കണ്ടോ. അപ്പം കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പ്ലസ് ആയിട്ട് എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. എല്ലാ സബ്ജക്ട്സിന്റെയും ഒപ്പം കറണ്ട് അഫെയർസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. അപ്പൊ സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടാണ് കറണ്ട് അഫെയർ നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ നോർമൽ കേസിൽ പഠിക്കുന്നത് പോലെ ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല. സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടാണ് കറണ്ട് അഫെയർ വരിക. എന്നാൽ കറണ്ട് അഫെയർ വരുന്ന ചില റീജിയൻസ് കൂടെ ഉണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന റീജിയൻസ് കൂടെ ഉണ്ട്. അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നോക്കാം. അടുത്ത നോക്കിയേ, എക്കണോമിക്സിലേക്ക് വന്നാൽ എക്കണോമിക്സിന് 5 മാർക്കാണ്. മക്കളെ, എക്കണോമിക്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു റീജിയൻ ആണ് എക്കണോമിക്സ്. ഓക്കെ, അതായത് 5 മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ടോപ്പിക്സിന്റെ എണ്ണം എത്രയാണ്? വളരെ കുറവാണ്. നമുക്ക് കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടിയ ഭാഗമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അടിയുറച്ചൊരു പഠനം വേണം. എക്കണോമിക്സ് എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാ, പഠിക്കാൻ ഇച്ചിരി പ്രയാസമുള്ള സബ്ജക്റ്റാ. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? എക്കണോമിക്സിൽ നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതിന് സംശയം വേണ്ട. ഇവിടെ നോക്കിയാൽ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ് പോലെയുള്ള ടോപ്പിക്കുകൾ, ഇതെല്ലാം വളരെ റെലവെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഷ്ടം പോലെ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പൊ അവിടുന്ന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞ ഒരു സംശയവും വേണ്ട, എന്ത് ചെയ്യാനായിട്ട് കഴിയും? നല്ലൊരു മാർക്ക്, നല്ലൊരു എഡ്ജ് എക്കണോമിക്സിൽ നേടിയെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ ബഡ്ജറ്റ്, കറണ്ട് അഫെയർ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ബഡ്ജറ്റ്, മോണിറ്ററി പോളിസി, അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ചില പബ്ലിക്കേഷൻസ്, നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIBയുടെ ചില വാർത്തകൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കറണ്ട് അഫെയറിൽ നിന്ന് കൂടി നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നന്നായിട്ട് ഒരു എഡ്ജ് എക്കണോമിക്സിൽ നേടിയെടുക്കാൻ കഴിയും. അപ്പൊ എക്കണോമിക്സിനെ സമീപിക്കേണ്ടത് അങ്ങനെയാണ്. ഇവിടെയും രമേശ് സിംഗ് പോലെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാണ്? ഇത് പഠിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു തറവ് ഈ ഒരു ഇത്രയും റീജിയൻസിൽ നിന്ന് നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു 5 മാർക്ക് നമുക്ക് എക്കണോമിക്സിൽ നിന്ന് നേടാൻ കഴിയും. പക്ഷെ പാടായിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് ചിലർക്ക് ധാരണയുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു കോച്ചിങ്, കൃത്യമായിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇനി സിവിക്സിലേക്ക് വന്നാൽ സിവിക്സും പൊളിറ്റിയും, അതായത് കോൺസ്റ്റിറ്റ്യൂഷനും ഒരേപോലെ നോക്കേണ്ട കാര്യങ്ങളാണ്. കാരണം സിവിക്സിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരേണ്ട കുറെ ഭാഗങ്ങൾ എവിടെ കിടപ്പുണ്ട്? സിവിക്സിൽ കിടപ്പുണ്ട്. 5 മാർക്കാണ് സിവിക്സ്. അതേപോലെ തന്നെ 5 മാർക്കാണ് എവിടെ? കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, അതായത് ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 1773 മുതൽ 1947 വരെയുള്ള ആക്ടുകൾ നിങ്ങൾ പഠിക്കണം. അതിനിടയിലെ സംഭവ വികാസങ്ങൾ നിങ്ങൾ അറിയണം. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഹിസ്റ്ററിക്ക് കൂടെ എന്ത് ചെയ്യും? ഉപയോഗപ്പെടും. ഇന്ത്യൻ ഹിസ്റ്ററിക്ക് കൂടെ അത് ഉപയോഗപ്പെടും. ദെൻ
പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കണം, ഫണ്ടമെന്റൽ റൈറ്റ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ദെൻ സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് പക്ക കോൺസ്റ്റിറ്റ്യൂഷണൽ റീജിയൻസ് ആണ് എവിടെ വരുന്നത്, പക്ക കോൺസ്റ്റിറ്റ്യൂഷൻ അകത്തുള്ള റീജിയൻസ് ആണ് എവിടെ വരിക, ഈ കിടക്കുന്ന റീജിയൻ. പക്ഷെ ഇതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് കിടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ എവിടെയും കാണാൻ പറ്റും, സിവിക്സിൽ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കടാ. ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പാർട്ടീസ്, ഇതൊക്കെ എവിടെ കിടക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഭാഗങ്ങളാണ്. അതെവിടെ കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ദെൻ സിവിൽ സർവീസസിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ, ഗവേണൻസിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ. ഗവേണൻസ് മെയിൻസിന് പേപ്പർ 2 ഒരു സെപ്പറേറ്റ് ടെക്സ്റ്റ്, ഒരു ഭാഗമായിട്ട് തന്നെ എന്തുണ്ട്, സബ്ജക്റ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. ദെൻ ഇൻഫർമേഷൻ കമ്മീഷൻ, അല്ലെ, ഇൻഫർമേഷൻ കമ്മീഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ദെൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങൾ, വാട്ടർഷെഡ് മാനേജ്മെന്റ്, ഇവിടെയൊക്കെ കുറെ ആക്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ എന്താണ്, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിവിക്സുമായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്ക് നിങ്ങൾ പോയാൽ ഇവിടുന്ന് ഒരു 10 മാർക്ക് 2 റീജിയണിൽ നിങ്ങൾക്ക് നേടാൻ കഴിയും. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ്, കുറച്ച് ടോപ്പിക്ക് പഠിച്ചാൽ മതി. എക്കണോമിക്സ് പറഞ്ഞതുപോലെ കുറച്ച് ടോപ്പിക്സ് പഠിച്ചാൽ മതി, പക്ഷെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ കുറച്ച് പഠിച്ച് കുറച്ച് സമയം പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ കുറച്ചുകൂടി ധാരണ എന്താണ്, ഇവിടെ സെലക്ടീവ് സ്റ്റഡി അല്ല, ഇവിടെ കംപ്ലീറ്റ് സ്റ്റഡിയാണ്. മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം കവർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇവിടെ നിന്നും കറണ്ട് അഫയർ ചോദിക്കാം, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ചോദിക്കാം, അല്ലെ, അമെന്റ്മെന്റ് ഭാഗത്ത് നിന്ന് കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, പ്രതീക്ഷിക്കാം. അടുത്ത നോക്കിയേ, ആർട്ട്, സ്പോർട്സ്, കൾച്ചർ. ഇവിടെ കറണ്ട് അഫയർ റീജിയനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്ന ഒരു ഭാഗമാണ് ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗം. ഇവിടെ കിടക്കുന്നുണ്ടോ, ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. ഈ 10 മാർക്കാണ് ഇവിടെ. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കറണ്ട് അഫയർ റീജിയനിലായിരിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. 10 മാർക്കാണ്. സ്റ്റാറ്റിക് ആയിട്ടുള്ള മാർക്കുകൾ കുറവാകാനാണ് ചാൻസ്. കൂടുതൽ മാർക്ക് എവിടെ നിന്ന് വരും, കറണ്ട് അഫയർ. അപ്പൊ ഈ എൻറ്റയർ സിലബസ് നോക്കുമ്പോൾ കറണ്ട് അഫയറിന് കൃത്യമായിട്ട് പഠിക്കണം എന്നൊരു എഡ്ജ് കിട്ടുന്നത് എവിടുന്നായിരിക്കും, അത് ഈ ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അതിൽ തന്നെ കല നോക്കിയേ, കല, പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. അപ്പൊ ഇവിടെ ചിലപ്പോൾ ചില അവാർഡ്സ് നിങ്ങൾക്ക് ചോദിക്കാം, കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. ഓക്കെ അല്ലേ, അപ്പൊ അവിടെ നിന്ന് കല നിങ്ങൾക്ക് കിട്ടും. ദെൻ കായികം നോക്കിയാൽ ഏറ്റവും കൂടുതൽ കറണ്ട് അഫയർ വരുന്ന മറ്റൊരു ഭാഗമാണ് കായികം. നോക്കിയാൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കളിക്കാർ. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ചിലപ്പോൾ എന്താണ്, ചില കറണ്ട് അഫയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇവന്റ് നടന്നത് വെച്ച് ചോദിക്കാം, ശരിയല്ലേ. ഇപ്പൊ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം, കറണ്ട് അഫയർ റിലേറ്റഡ് ആണ്, അതേസമയം സ്പോർട്സ് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഒളിമ്പിക്സ്, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ ചോദിക്കാം, അതേപോലെ തന്നെ ഈ സ്പോർട്സ് റീജിയനിൽ നിന്നുള്ള ചോദ്യമാണ്. നോക്കിയേ, പ്രധാന അവാർഡുകൾ, കറണ്ട് അഫയർ ചോദിക്കാൻ കഴിയുന്ന മറ്റൊരു ഭാഗമാണ്. ഇവിടെ നിന്നുണ്ട്. അതേപോലെ പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട കളിക്കാർ ഇനങ്ങൾ, കളിക്കാരുടെ എണ്ണം. കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, പക്ഷെ ഒരു മാർക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ, ഒളിമ്പിക്സ്, ഇവിടെ നിന്ന് കറണ്ട് അഫയർ ചോദിക്കാം, സ്റ്റാറ്റിക് ആയിട്ടും ചോദിക്കാം, അല്ലേ. ദെൻ ഏഷ്യൻ സാഫ്, ഇതിന്റെയൊക്കെ കറണ്ട് അഫയർ എന്ത് ചെയ്യാം, ചോദിക്കാം. ദെൻ അടുത്ത് നോക്കിയേ, ദേശീയ ഗെയിംസ്, മറ്റ് ഗെയിമുകൾ, ഇതിനൊക്കെ എന്താണ്, കറണ്ട് അഫയർ ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു റീജിയനാണ് സാഹിത്യം. നോക്കിയേ, സാഹിത്യവുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ, കൃതികൾ, ഏതെങ്കിലും അവാർഡ് കിട്ടിയ കൃതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. എഴുത്തുകാരവരുടെ തൂല്യനാമങ്ങൾ, അപരനാമങ്ങൾ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. മലയാളത്തിൽ കൂടെ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നിന്ന് മലയാളത്തിൽ കൂടെ ചോദ്യങ്ങൾ കയറി വന്നേക്കാം, തെറ്റ് പറയാൻ കഴിയില്ല. വന്നിട്ടുമുണ്ട്, ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രശസ്തമായ വരികൾ, ഇപ്പൊ PSCയുടെ ഒരു ട്രെൻഡാണ്, വരികളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആരാണ് ഈ വരി എഴുതിയത്, ഏത് കൃതിയിൽ നിന്നാണെന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മലയാള പത്രപ്രവർത്തനം കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ചോദ്യങ്ങൾ അധികം വന്നിട്ടില്ല. കാരണം ഇത് കേരള ഹിസ്റ്ററിയുമായിട്ടും ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കയറി വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ദെൻ പ്രധാനപ്പെട്ട അവാർഡുകൾ, കറണ്ട് അഫയർ റീജിയൻ ആണ്. ജ്ഞാനപീഠം കറണ്ട് അഫയർ റീജിയൻ ആയിട്ട് ചോദിക്കാം, അല്ലെ. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡുകൾ കറണ്ട് അഫയർ റീജിയൻ ആയിട്ട് ചോദിക്കാം. സാംസ്കാരികം നോക്കിയേ, അവിടെയാണ് ഈ കിടക്കുന്ന നവോത്ഥാന നായകന്മാർ. ഈ ഒരു റീജിയന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു റീജിയന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്രയോ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അങ്ങനെയുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്ത ഭാഗമാണ്. അതുകൊണ്ട് ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ് സംസ്കാരത്തിൽ നിന്ന്. ഓക്കെ, പ്ലസ് ഇവിടെ നിന്ന് കറണ്ട് അഫയർ ചോദിക്കാം. ഓക്കെ അല്ലേ. അപ്പൊ കറണ്ട് അഫയറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗമാണ് ഈ കിടക്കുന്ന ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഭാഗം. അവിടെ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു എഡ്ജ് കറണ്ട് അഫയറിന് കിട്ടുമെന്നുള്ളതിന് സംശയം വേണ്ട. ഓക്കെയാണ്. മറ്റൊരു ചെറിയ ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ സയൻസ്. 5 മാർക്കിന്റെ റീജിയൻ ആണ്. ഞാൻ എക്കണോമിക്സിൽ ഇതേ കാര്യം തന്നെ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞപ്പോഴും ഇതേ കാര്യം തന്നെ പറഞ്ഞു.
അതേപോലെ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. 5 ടോപ്പിക്കുകളുണ്ട്, 5 മാർഗമുണ്ട്. അതായത് ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു മാർഗം എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹാർഡ്വെയർ വളരെ കുറച്ച് കാര്യം പഠിച്ചാൽ മതി, അവിടെ നിന്ന് ഒരു മാർഗം നിങ്ങൾക്ക് കിട്ടും. സോഫ്റ്റ്വെയർ കുറച്ച് കാര്യം നിങ്ങൾക്ക് പഠിച്ചാൽ മതി, അവിടെ നിന്ന് ഒരു മാർഗം നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരു മാർഗിന്റെ റീജിയൻ ആണ്, വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ലാൻഡ് വാൻ കാര്യം പഠിച്ചു. ദെൻ അതേപോലെ നമ്മുടെ മീഡിയ സ്വിച്ച് ഹബ്ബ് റൂട്ടർ ഇതൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അപ്പൊ ചെറിയൊരു സ്റ്റഡി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മുഴുവൻ എൻറ്റയർ IT സിലബസ് എന്ത് ചെയ്യും, തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള കണ്ടന്റ് ആണ് IT-യിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ പഠിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞത് 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീരുമെന്ന് പറഞ്ഞ് വേറെ രീതിയിൽ എടുക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് അറിയാവുന്ന ഒരാളാണ് റിവൈസ് ചെയ്യാൻ അത്ര സമയം മതി, ആ ഒരു സമയത്തിനുള്ളിൽ റിവൈസ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. ഓക്കെയാണ്. ഇന്റർനെറ്റ് മറ്റൊരു റീജിയൻ, 1 മാർക്കിന്റെ റീജിയൻ ആണ്. സൈബർ ക്രൈംസ്, സൈബർ ലോ. ഈ സൈബർ ലോ ഒക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് ആർട്ടിക്കിളുകൾ പഠിച്ചാൽ, കുറച്ച് സെക്ഷനുകൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് നോക്കിയടാ, സയൻസ് ആൻഡ് ടെക്നോളജി. വളരെ 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 ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന, ഒരുപാട് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുള്ള ഒരു റീജിയൻ ആണ് സയൻസ് ആൻഡ് ടെക്നോളജി. 5 മാർക്കിന്റെ റീജിയൻ ആണ്. പക്ഷെ ഇവിടുന്ന് അബദ്ധം പറ്റാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ആ അബദ്ധത്തെ നേരിടേണ്ടത് നോക്കിയടാ. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പ്രധാനമായിട്ടും 4 റീജിയൻ ഉണ്ട്. ഇതാ കിടക്കും 4 റീജിയൻ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ഭാഗം, ഇമ്പോർട്ടന്റ് ഭാഗത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകത. ഈ ആദ്യം കിടക്കുന്ന ഭാഗം കണ്ടോ, ഇത്രയും വലിയ ടോപ്പിക്കാണ്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പക്ഷെ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ അവിടുന്ന് വന്നിട്ടില്ലെന്ന് വേണമെങ്കിലും പറയാം. ഈ ഹ്യൂമൻ ബോഡി ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പക്ഷെ എന്താ, മാർക്ക് 1 or 2 ആണ്. അപ്പൊ ഇത് സെലക്ട് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ്, ഒരുപാട് നമ്മൾ കിടന്ന് പഠിക്കേണ്ട കാര്യമല്ല. നോക്കിയേ, ഈ ആദ്യം കിടക്കുന്ന ആക്ട് നിങ്ങൾക്ക് പഠിക്കാം, കുഴപ്പമില്ല, ഒരു ആക്ട് ആണിത്. സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പഠിക്കാം. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഭാഗങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പോകാം, കുഴപ്പമില്ല. അതിൽ ഇനി അഗാധമായ പഠനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം അതിനുള്ളൊരു റിട്ടേൺ നമുക്ക് കിട്ടില്ല. ചില മെഡിസിൻസിനെ പറ്റി നമുക്ക് പഠിക്കാം, കുഴപ്പമില്ല, കാരണം മെഡിസിൻസ് എക്സാം നമ്മുടെ കോഡൊക്കെ വെച്ച് പഠിക്കാം, കുഴപ്പമില്ല. ചില ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഇപ്പൊ വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, അതൊക്കെ നമുക്ക് വേഗത്തിൽ പഠിക്കാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളെ സെലക്റ്റീവായിട്ട് പഠിക്കണം. രണ്ടാമത്തെ ഭാഗം ദാ ഇവിടെ കിടക്കുന്നുണ്ടോ, ISRO, DRDO. ഈ 2 ടോപ്പിക്സിന് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ സെക്കൻഡ് റീജിയൻ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ISROയും DRDOയും കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാൻ കഴിയുന്ന മറ്റൊരു ഭാഗമാണ് ISRO, DRDO. ISROയുടെ മിഷനുകൾ, ISROയുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഒരുപാട് മിഷനുകൾ ISRO നടത്തുന്നുണ്ട്, ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ISRO, DRDO. അപ്പൊ ഈ സെക്കൻഡ് ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ മൂന്നാമത്തെ നോക്കിയേ, ഇവിടെ ഈ 3-ന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എവിടെയാണെന്ന് അറിയാമോ കൊടുക്കേണ്ടേ? ഇന്ത്യാസ് എനർജി സോഴ്സസ് ആൻഡ് ഡിപ്പെൻഡൻസ്. ഈ കിടക്കുന്ന ഭാഗം കണ്ടോ, റിന്യൂവബിൾ ആൻഡ് നോൺ റിമൂവബിൾ. ഇഷ്ടം പോലെ തവണ റിപ്പീറ്റ് ചെയ്ത ഭാഗമാണ്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ അത് 3-ാമത്തെ ഇമ്പോർട്ടന്റ് ആണ്. 4-ാമത്തേലേക്ക് വരുമ്പോൾ ഒരു വലിയ ടോപ്പിക്കാണ്, പക്ഷെ അവിടെയും ഒരു സെലക്ടീവ് സ്റ്റഡി ഉണ്ട്. എവിടെയാ സെലക്ടീവ് സ്റ്റഡി? ഇവിടെയാണ്. നോക്കിയേ, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഭാഗം. അവിടെ തന്നെ ഈ കിടക്കുന്ന എൻവിയോൺമെന്റൽ ഹസാർഡസ്, പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഭാഗം അതാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതേപോലെ വെസ്റ്റേൺ ഘാട്ട് പോലെ അതിന്റെ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്ത ഭാഗമാണ്, അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അല്ലാതെ ഇത് മുഴുവൻ എന്ത് ചെയ്യരുത്, വാരി വലിച്ച് പഠിക്കരുത്, സെലക്റ്റീവ് സ്റ്റഡി കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് 5 മാർക്ക്. അതിൽ നിന്ന് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടിയാലും അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയും. 2 മാർക്ക് പോയാലും കുഴപ്പമില്ല, 3 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് കഴിയും സെലക്റ്റീവ് സ്റ്റഡിയിലൂടെ മാത്രം. ഓക്കെ, അപ്പൊ അങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. ഇനി അപ്പൊ 50 മാർക്കിന്റെ റീജിയൻ കഴിഞ്ഞു. ഇനിയുള്ള 50 മാർക്ക് എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അതിലെ മാത്സ് വരുമ്പോൾ 2 റീജിയൻ ഉണ്ട്. ഒന്ന് സിമ്പിൾ അരിത്തമെറ്റിക്കും ഉണ്ട്, മെന്റൽ എബിലിറ്റിയും ഉണ്ട്. സിമ്പിൾ അരിത്തമെറ്റിക്കിന് 10 മാർക്കും മെന്റൽ എബിലിറ്റിക്ക് 10 മാർക്കും, അങ്ങനെയാണ് വരിക. അതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഇത് മുഴുവനും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 20 മാർക്ക് ഈ ഒരു 12 ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കാണ്. ഈ 12 ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കാണ്. ഇത് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, മുഴുവനായിട്ട് തന്നെ പഠിക്കണം. നമ്പർ സിസ്റ്റം ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോ ഓഫ് എക്സ്പൊണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ, ഇവിടെ നിന്നെല്ലാം എന്താ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരു സ്കിപ്പില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എല്ലാ ടൈപ്പുകളും, ഓരോന്നിനും ഓരോ ടൈപ്പുകളുണ്ട്. പെർസെൻറ്റേജ് തന്നെ 10-12 ടൈപ്പ് കാണും. അപ്പൊ ആ ടൈപ്പുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ 10 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ ഒരു നിശ്ചിതമായ സമയം എന്ത് ചെയ്യണം, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിശ്ചിതമായ സമയം നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റിവെക്കണം. ഞാൻ പറയുന്നത് ആകെയുള്ള 100 മാർക്കിൽ 50 മാർക്കിന്റെ റീജിയൻ. അപ്പൊ എന്താണ്, ഒരു 1/2 സമയം മാറ്റി വെക്കണം. 6 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാവണം.
ഓക്കെ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് മറന്നുപോകും, പിന്നെ അവസാനം പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്താ, ഇതിനകത്ത് നിയമങ്ങൾ കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്ത് അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എങ്കിലേ അവിടെ ബെറ്റർ ആവാൻ കഴിയുള്ളൂ. മെന്റൽ എബിലിറ്റി കുറച്ചുകൂടി എളുപ്പമുള്ള റീജിയൻ ആണ്. അതായത് സാധാരണഗതിയിൽ മാത്സിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുള്ള റീജിയൻ ആണ് മെന്റൽ എബിലിറ്റി. പക്ഷെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡിലീഷൻ നടക്കുക. ഡിലീഷൻസ്, അതായത് ഇവിടെ ഒരു ടോപ്പിക് ഉണ്ട്, ഒറ്റയാനെ കണ്ടെത്തുക. മിക്കവാറും ഡിലീറ്റ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഒറ്റയാനെ കണ്ടെത്തുക. അതേപോലെ തന്നെ വരുന്നതാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് പോലെയുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ അനലോഗി പോലെയുള്ള ഭാഗങ്ങൾ, ദൈ കിടക്കുന്ന സമാന ബന്ധങ്ങൾ. ഇതൊക്കെ മിക്കവാറും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം എന്താ, അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ 2 ഉത്തരവൊക്കെ കാണും ഓപ്ഷൻസ്. മിക്കവാറും എല്ലാ എക്സാമുകൾക്കും പരമാവധി ഡിലീറ്റ് ചെയ്യാനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്. പക്ഷെ അത്തരം ചോദ്യങ്ങളും ഉണ്ടാവണം. അപ്പോഴാണ് നല്ല സെലക്റ്റീവ് ആയിട്ട് നമ്മുടെ സമയം കളയുക എന്നുള്ള അവിടുത്തെ ഒരു ലക്ഷ്യമാണ്. അത് ആ എക്സാമിന്റെ ഒരു രീതിയിൽ നമ്മൾ അതിനെ കാണണം. അല്ലാതെ PSC നമ്മളോട് ചതി കാണിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം അതിനെ എക്സാമിന്റെ രീതിയിൽ ഒരു മാനദണ്ഡമായിട്ട് തന്നെ നമ്മൾ അതിനെ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇവിടെ നിന്ന് എന്നാലും PSC അനാവശ്യമായിട്ടൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതിനെ വിമർശിക്കുക തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ PSC ഡിലീഷൻ ഒക്കെ പോകുന്നത് അവരുടെ ഒരു ടാക്ടിക്സ് ആയിട്ട് കണ്ടാൽ മതി. പക്ഷെ ഒരാവശ്യമില്ലാത്ത ചില ഡിലീഷൻസ് PSC വരുത്താറുണ്ട്. അത് തെറ്റായ കാര്യം തന്നെയാണ്. ഓക്കെയാണ്. അപ്പൊ ഡിലീഷൻസിന്റെ കേസ് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ റിപ്പീറ്റഡ് ആണ്, ഒരു ചോദ്യം ഉറപ്പാണ്, മസ്റ്റാണ്. ചിലപ്പോൾ ഈ ക്ലോക്ക് റീജിയൻസ് ഈ രണ്ടിനകത്ത് നിന്ന് ചോദ്യം വരും അല്ലെ. ക്ലോക്ക് സമയവും കോണളവും ഒരു ചോദ്യം വരും, അതേപോലെ തന്നെ സമയവും പ്രതിബിംബവും ഒരു ചോദ്യം വരാറുണ്ട്. അപ്പൊ ഇവിടെ നിന്നും 10 മാർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്സ് നിങ്ങൾ മുഴുവനായിട്ട് തന്നെ പഠിക്കാം. ഇംഗ്ലീഷും സെയിം കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, മുഴുവനായിട്ട് പഠിക്കുക. കാരണം കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ, ഒരുപാടൊന്നും നമുക്ക് പഠിക്കാനില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൃത്യ നിയമങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 20 മാർക്കാണ്, പക്ഷെ അതിൽ 10 മാർക്ക് ഗ്രാമറും 10 മാർക്ക് വൊക്കാബുലറിയുമാണ്. 10 മാർക്ക് വൊക്കാബുലറി രീതിയുണ്ട്. എല്ലാ ആളുകളും സ്കിപ്പ് ചെയ്യുന്ന വൊക്കാബുലറിയാണ്. പക്ഷെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേ മതിയാകുകയുള്ളൂ. കാരണം എന്താ, മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ സിനോണിം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇതിനകത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്, ചിലർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അതിന് അഡ്വാൻറ്റേജ് കിട്ടണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും കൃത്യമായിട്ട് കുറേശ്ശെ ഒരു 10 എണ്ണം സിനോണിം വെച്ച് പഠിച്ചു പോകുക. ലക്കുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഈ ഒരു റീജിയൻ ലക്കാണ് അല്ലേ. എന്നാൽ ചിലവുണ്ട് സിംഗുലർ പ്ലൂറൽ അല്ലെ, കുറച്ചേ പഠിക്കാനുള്ളൂ. നമ്മൾ കുറച്ചൊന്ന് പഠിച്ച ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഈ കിടക്കുന്ന ഫസ്റ്റ് റീജിയനിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, സെക്കൻഡ് റീജിയനിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കോമ്പൗണ്ട് വേർഡ്സ് നമുക്ക് കിട്ടുന്ന സാധനമാണ്. ആന്റോണിംസ് കുറേയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫ്രേസൽ വെർബും അതേപോലെ തന്നെ സിനോണിമും ഒക്കെ ഒരു ഇച്ചിരി ടഫ് ആയിട്ടുള്ള റീജിയനാണ്. ഫോറിൻ വേർഡ്സ് നമുക്ക് കുറെ പഠിച്ചാൽ കിട്ടും. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറെ പഠിച്ചാൽ കിട്ടും. കൺഫ്യൂസിംഗ് വേർഡ്സ് ചിലപ്പോൾ പണി കിട്ടാം. സ്പെല്ലിംഗ് ടെസ്റ്റ് അറിയാമെങ്കിൽ കിട്ടാം. അവിടെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നും ഇല്ലല്ലേ. സ്പെല്ലിംഗ് ടെസ്റ്റ് ചില വാക്കുകളൊക്കെ നമുക്ക് പഠിച്ചു വെക്കാം. ചിലതിൻ്റെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ പഠിക്കത്തില്ലേ, മറ്റേ ബൂർഷ്വാസി എന്നൊക്കെ പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാറുണ്ട്. ദെൻ ഇഡിയംസ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗമാണ് അല്ലേ. അപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചിലപ്പം അബ്രീവേഷൻസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പം GDPയുടെ ഫുൾ ഫോം എന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് PSC ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡി വേണം. എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് അതിലൂടെ കടന്നു പോകണം. ഓക്കെയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ മെയിൻസിന്റെ മാർക്ക് പ്രൊപ്പോർഷൻ കൂടി. മാത്സിന് 15 മാർക്കാണ് ഇപ്പൊ മെയിൻസിന് അല്ലേ. നേരത്തെ 10 ഉള്ളായിരുന്നു. അപ്പം ഇവിടെ പഠിക്കുന്ന അവിടെ നമുക്ക് ഉപകാരപ്പെടും. ഇംഗ്ലീഷ് നേരത്തെ 10 ഉള്ളൂ, ഇപ്പൊ 13. മലയാളത്തിൽ നേരത്തെ 10 ഉള്ളൂ, ഇപ്പൊ 13. 3 മാർക്ക് കൂടെ കൂടി. അപ്പം ഉറപ്പായിട്ടും വൊക്കാബുലറിക്ക് അവിടെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. ദെൻ മലയാളം നോക്കി, പദശുദ്ധി, വാക്യശുദ്ധി, ഒറ്റപ്പദം, പരിഭാഷ, പര്യായം, വിപരീതപദം, ദെൻ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുത്ത്, ഘടകപദം. ഇങ്ങനെയാണ് പോകുന്നത് മലയാളം പോകുന്നത്. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ഇങ്ങനെയാണ് സിലബസ് എങ്കിലും ഇതിനകത്തിൽ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. വിഭക്തി, സന്ധി, അങ്ങനെ കുറെ ഭാഗങ്ങൾ കിടപ്പുണ്ട്. ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാലേ ഇതിലെ പല ടോപ്പിക്കുകളിൽ നമുക്ക് ഉത്തരവിടാൻ കഴിയുള്ളൂ. അപ്പൊ അത് സ്കിപ്പ് ചെയ്യരുത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. 10 മാർക്കിന്റെ റീജിയൻ ആണ്. എല്ലാ ദിവസവും എന്ത് കൊടുക്കുക, ഒരു ഫിക്സഡ് ടൈം മലയാളത്തിനും കൊടുക്കുക. അങ്ങനെ 50-50 എന്ന രീതിയിൽ ഈ ഭാഗത്തിന് കൂടുതൽ, മാത്സ്, മലയാളം, ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിച്ചാൽ പ്രിലിംസ് നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, കടന്നു പോകാനായിട്ട് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പിന്നെ പ്രിലിംസ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മെയിൻസിന്റെ ടോപ്പിക്കുകൾ കൂടി പഠിച്ചു പോവുക, കമ്പൈൻഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ കൂടെ ചെയ്യാം. പക്ഷെ പ്രിലിംസിന് നിങ്ങൾ അഡ്വാൻറ്റേജ് നേടണമെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജി വേണം. നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചു പോകണമെന്നുണ്ട് എങ്കിൽ നമുക്കൊരു മന്ത്ര ബാച്ച് നിലവിൽ റണ്ണിങ് ആണ്. 4999 രൂപയാണ് നമ്മുടെ ബാച്ചിന്റെ ഫീസ്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഗൈഡൻസ് വരെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഞങ്ങൾ കൂടെ കാണും. ഒപ്പം ഓർത്ത് വെക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല,
പിന്നെ എന്തിനും കൂടെ നിങ്ങൾക്ക് പറ്റും, SIക്ക് കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താനായിട്ട് കഴിയും. സെക്രട്ടറി ടെസ്റ്റിനും SIക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഇത് ഉപകാരപ്പെടുത്താനായിട്ട് കഴിയും. കാരണം എന്താ, അതിൻ്റെയും കൂടി മെയിൻസിന്റെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതായത് സ്പെഷ്യൽ ടോപ്പിക് ഓഫ് സബ് ഇൻസ്പെക്ടർ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. 350+ അവേഴ്സിന്റെ ലൈവ് റെക്കോർഡഡ് സെഷനുകൾ, 50+ അവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്രാക്ടീസ് സെഷനുകൾ, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, UPSC ക്വസ്റ്റ്യനുകളുടെ അനാലിസിസ്, ദെൻ വീക്ക്ലി ആൻഡ് മന്ത്ലി അസസ്മെന്റുകൾ ഉണ്ടാവും. കൃത്യമായുള്ളൊരു മെന്റർ സപ്പോർട്ട്, മെന്റർഷിപ്പ് സെഷനുകൾ ഉണ്ടാകും. അമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള മോട്ടിവേഷണൽ സെക്ഷനുകൾ ഉണ്ടാകും. ഹൈ എൻഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന PDF മെറ്റീരിയലുകൾ ഇവിടെ നിന്ന് ലഭിക്കും. ടെലഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കും. കൃത്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ചേർത്ത് 4,999 രൂപ എന്ന് പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. എത്രയും വേഗം നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടുക, 8281223366. ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട, കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമുക്ക് അവിടെ ദൂരീകരിക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, പറ്റുന്നതിന് മാക്സിമം സമയം എടുക്കുക, കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. പഠനം നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.